തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്താണ് ഈ പ്രഖ്യാപനം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്ന് ആരോപിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ പരക്കെ വിമർശനം. അർഹതപ്പെട്ട ആനുകൂല്യം കൂടി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കേരളപ്പിറവി ദിനമായ ഇന്ന് പ്രത്യേകം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്താണ് മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എതിർത്ത് രംഗത്തെത്തി. പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സഭാ നടപടികളോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തെത്തി. അപ്പൊ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിന്റെ തലേയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ബഹിഷ്കരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ചു. ചരിത്ര നേട്ടമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 90.75%, നഗരമേഖലയിൽ 88.89% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത്. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനത്തിനെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട്. യാതൊരു പഠനവും നടത്താതെയുള്ള പ്രഖ്യാപനം സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കും എന്നാണ് വിമർശനം. ജനം, തിരുവനന്തപുരം.